സത്യം പറയാലോ, ഞാൻ അപ്പം ശരിക്കും ഞെട്ടിത്തരിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഉണ്ടാക്കുന്നത്. അയ്യോ, ഈ പറയാനൊരു വാക്കും കിട്ടുന്നില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം മഴ സീസണൊക്കെ ആയപ്പം ഞാൻ അമ്പലത്തിൽ പോകും. കുഞ്ഞുങ്ങളുടെ പുതിയ, അതായത് തിരുവാതിരയ്ക്ക് വേണ്ടി നമ്മൾ തയ്പ്പിച്ച പട്ടുപാവാടയുടെ പാവാടയാട്ടത്. സത്യം പറഞ്ഞാൽ നമ്മൾ കളറുള്ളത് യൂസ് ചെയ്യരുത്. ഇതൊരു എന്താ പറയുക, കാപ്പി കളർ തന്നെയായിരുന്നു. തനി നല്ല കടും കളർ കാപ്പി കളറായിരുന്നു. പക്ഷെ നമ്മളിതിങ്ങനെ ചെയ്തപ്പോൾ ഓറഞ്ച് കളറിലേക്ക് മാറി. അത് പോയിക്കോട്ടെ, അത് ഞാൻ സെറ്റ് ചെയ്തോളാം. പക്ഷേ ഈ പാവാട ഉണ്ടല്ലോ, ഈ പട്ടുപാവാടയിൽ നിറച്ചും കാണാൻ പറ്റാത്ത അത്രയ്ക്കും കരിമ്പനുണ്ടായിരുന്നു. എനിക്ക് എന്താ പറയുക, സങ്കടം കൊണ്ട് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ, സിറ്റുവേഷൻ. എന്താ പറയുക, ഞാൻ ഈ ഒരു പാവാടയുടെ, അതായത് ഈ പട്ടുപാവാടയുടെ ഈ പാവാടയും ബ്ലൗസ് ഇട്ട് നിൽക്കുന്ന ഒരു പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാട്ടോ. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്താ പറയുക, എനിക്ക് സന്തോഷം സഹിക്കാൻ വയ്യ. ഈ കാണുന്ന ഈ മഞ്ഞ കളറുണ്ടല്ലോ, ഇത് ഈ ഭാഗം മൊത്തം കരിമ്പനടിച്ച്, എന്താ പറയുക, മൊത്തം കരിമ്പനടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇന്നലെ രാത്രി ഞാനിതിൽ വെച്ച് നോക്കിയേ, ഇത് കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. ഇപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തൊക്കെ പരീക്ഷിച്ചെന്നറിയോ. അവസാനം കിട്ടിയ ഒരു സംഭവം ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ, ഇതൊക്കെ കരിമ്പനടിച്ചിട്ട് ഇപ്പോൾ ഒരു മഞ്ഞ കളറിലേക്ക് മാറിയേക്കാട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ കരിമ്പും പോകുന്നു. എനിക്ക് അറിഞ്ഞോടാ, ഇത് ഇത്രയ്ക്കും പോയി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അയ്യോ, മൊത്തം പോയി. ഇപ്പം അവിടെ നിറച്ച്, എന്താ പറയുക, ഇത് ഞാൻ കളഞ്ഞാലോ എന്ന് വരെ ചിന്തിച്ചു. എന്നിട്ട് ഇതേപോലത്തെ തുണി എടുത്ത് പട്ടുപാവാട തയ്ച്ചാലോ എന്ന് ചിന്തിച്ചു. പക്ഷെ ഞാൻ തയ്ക്കാൻ കൊടുത്ത സ്ഥലത്ത് ഭയങ്കര കത്തി റേറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കത് തിരിച്ച് പിടിച്ചേ പറ്റൂ എന്നുള്ളൊരു ഇതിലേക്കാണ്. എന്തായാലും ഇത് ചെയ്യുമ്പോൾ തുണി പിന്നി പോവോ എന്തെങ്കിലും ആവട്ടെ, എന്തായാലും നശിച്ച് ഇനി ഒരു പരീക്ഷണം ചെയ്ത് നോക്കാം, വിജയിച്ച ഭാഗ്യമല്ലേ എന്ന് കരുതി ഞാൻ ചെയ്തതാട്ടോ. എനിക്കറിയില്ല, എനിക്ക് അത്രയ്ക്ക് ഹാപ്പിയാണ് ഞാൻ. നോക്കിയേ, ഇതൊക്കെ കരിമ്പനടിച്ച ഭാഗാട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു മഞ്ഞ കളറിൽ ഇരിക്കണം. ആ കരിമ്പനൊക്കെ പോയി ഇളകിക്കൊണ്ടിരിക്കണുള്ളൂ. ഇവിടത്തൊക്കെ പോയി നല്ല വെള്ളമായിട്ടാ. ഇത്രയും വർഷത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാം, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളിതിൻ്റെ റിസൾട്ട് കണ്ടിട്ട് എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. അതുവരെ നിങ്ങൾ കമൻറ്റ് ചെയ്യണ്ട. നോക്കി, വെള്ളം, എനിക്ക് വിശ്വസിക്കാൻ വയ്യ. നല്ല കരിമ്പനടിച്ചൊരു അവസ്ഥയായിരുന്നു കേട്ടോ. നല്ല കരിമ്പ്, ഈ 2 പാവാടയും നല്ല കരിമ്പ്. ഞാൻ അറിഞ്ഞില്ല മഴയത്ത് വീണ് കിടക്കണത്. തലേന്ന് അമ്പലത്തിൽ പോകാമല്ലോ എന്ന് കരുതിയിട്ട്, പിറ്റേന്ന് അമ്പലത്തിൽ പോകാമെന്ന് കരുതിയിട്ട് മുക്കിയിട്ടതായിരുന്നു. മഴ പെയ്തത് അറിഞ്ഞില്ല. പെട്ടെന്നുള്ള മഴയൊന്നും സീസണൊന്നും ആയിണ്ടായില്ല. അങ്ങനെ ഞാൻ മഴയിൽ കിടന്ന് അങ്ങ് രാവിലെ ആകുമ്പോഴേക്കും ഒരുവിധം കരിമ്പനടിച്ചു. കരിമ്പൻ പോകാനുള്ള ട്രിക്ക് നോക്കി ഇപ്പോൾ 1 മാസം 2 മാസം ആവാനാ പോണേ. അപ്പോഴേക്കും ഒന്നുകൂടെ കരിമ്പൻ സ്ട്രോങ് ആയി. പക്ഷെ ഇങ്ങനെ പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത് കരിമ്പൻ മൊത്തം പോയി. ഇന്നലെ ഉടുപ്പ് കണ്ടില്ലായിരുന്നു അമ്മ എടുത്തോണ്ട് വരുന്നത്. അതൊക്കെ ഈ മരുന്ന് വെച്ചപ്പോൾ പോയി. നീ അതിൻ്റെ അടിയിലേ അമ്മ ഇന്നലെ വാങ്ങിച്ച മരുന്ന് ഇരിപ്പുണ്ട്. അടുത്ത അവിടെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. എനിക്കറിയില്ല ഇത് ഇത്രയ്ക്കും പെർഫെക്റ്റ്. എനിക്കറിയില്ല ഇത് വർക്കൗട്ട് ആവുമെന്ന് പോലും അറിയില്ല. ഇതൊക്കെ പോകട്ടോ, ഇതൊക്കെ പോവും. എന്തായാലും ഇത്രയും പോയ സ്ഥിതിക്ക് ഇത് പോകാണ്ടിരിക്കില്ലല്ലോ. അവിടെ ഇരിക്കട്ടെ. ഇതന്നെ. ഇത് ഞാൻ യൂസ് ചെയ്തത് ഈ സംഭവം കേട്ടോ, ക്ലോറോക്സ് എന്ന് പറയണത്. ഇതാണ് ക്ലോറോക്സ്. ഞാൻ ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്താട്ടോ. നമ്മുടെ ഏതാണ് അയ്യോ, ആപ്പിൻ്റെ പേര് മറന്നുപോയി. നമ്മുടെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. എനിക്കിതിന് വന്നത് 305 രൂപയാണ്. 200 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൻ്റെ മൊത്തത്തിൽ എനിക്ക് 305 രൂപയാണ് വന്നത് കേട്ടോ. എനിക്കറിയില്ലടേ ഇതെന്താണെന്ന്. അയ്യോ, ഇതെല്ലാത്തിനും യൂസ് ചെയ്യാമെന്നാണ് കാണിച്ചേക്കണേ. ടോയ്ലറ്റ് എല്ലാം കൂടി നോക്കാം നമുക്ക്. ഒന്ന് അതും കൂടി ട്രൈ ചെയ്ത് നോക്കാം. ഇത് പോയ സ്ഥിതിക്ക് എന്തായാലും ബാത്റൂമും വീടൊക്കെ പളപളാന്ന് തിളങ്ങില്ല എന്നൊരു ഉറപ്പില്ല. ഇതാണ് ഞാൻ പറഞ്ഞ കണ്ട കളർ ഇളകിപ്പോണത്. ഇത് എന്താണെന്ന് വെച്ചാൽ, കളർ ഇളകണ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ആയി കിട്ടും. അതൊന്നും എനിക്ക് വിഷയമില്ല, ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്തെടുക്കും. പക്ഷേ എനിക്ക് കരിമ്പം പോകേണ്ട ഒരു സംഭവമായിരുന്നു എനിക്ക് ഏറ്റവും മസ്റ്റായിട്ട് വേണ്ടിയിരുന്നത്. അത് കിട്ടിയപ്പോഴാണ്, ഇതൊക്കെ ഒന്ന് പോയി കിട്ടിയപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അയ്യോ,
എല്ലാവർക്കും ട്രൈ ചെയ്യാം കേട്ടോ. കളറുള്ള ഡ്രസ്സ് ചെയ്യുമ്പോൾ സൂക്ഷിക്കാതെ നമുക്ക് ഇതുപോലെ കിട്ടും. ഇത് ഇത്രയും ബ്രൗൺ, നല്ല ഡാർക്ക് ബ്രൗൺ ആയിരുന്നു കേട്ടോ. പക്ഷെ നമ്മുടെ ഈ ക്ലോറോക്സ് മുക്കി വെച്ചപ്പോൾ നമ്മുടെ നല്ല എന്താ പറയുക, ഓറഞ്ച് കളർ, ലൈറ്റ് ഓറഞ്ചിലേക്ക് മറിഞ്ഞത് വെള്ളയാവുമെന്ന് ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ പറയുക, കളറുള്ളത് ചെയ്യുമ്പോൾ ഇതേപോലെ കിട്ടും എന്നുള്ളത് 100% ഷുവറാണ്. അതുകൊണ്ട് അത് പ്രതീക്ഷിച്ച് വേണം നമ്മൾ കരിമ്പം കളയാൻ നോക്കാൻ. അല്ലെങ്കിൽ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കണം. പക്ഷേ ഈ ഡ്രസ്സ് ഞാൻ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തപ്പോൾ അവർ എനിക്ക് തിരിച്ചു തന്നു. ഇത് പറ്റൂല, പോവില്ല എന്ന് പറഞ്ഞ് എനിക്ക് തിരിച്ചു തന്നു. അങ്ങനെ അത്രയ്ക്കും സങ്കടപ്പെട്ട് എന്താ പറയുക ഇരുന്നപ്പോഴാണ് ഈ ഒരു സംഭവം ക്ലോറോക്സ് വെച്ച് നമുക്ക് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഞാൻ കണ്ടത് കേട്ടോ. അപ്പോൾ അത് വെച്ച് ഞാൻ ചെയ്തതാണ്. ഇതിപ്പോൾ ഞാൻ തലേദിവസം വെച്ചിട്ട് രാവിലെ നോക്കിയപ്പോൾ ഞാൻ താഴെ കാണിച്ച ഈ ഒരു പാവാടയിലുണ്ടല്ലോ, ഒട്ടും പോയിണ്ടായില്ല കേട്ടോ. എന്ന് വെച്ചാൽ കരിമ്പൻ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. വീഡിയോ എന്താ എടുക്കാത്തത് ചോദിച്ചാൽ എനിക്ക് ഉറപ്പില്ല അത് പോവില്ലെന്ന്. പിന്നെ എൻ്റെ ഫോണിലെ സ്പേസ് വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒരു ഉഷാറില്ലാണ്ടാണ് സംഭവം ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി നൈറ്റിൽ വെച്ചത് കേട്ടോ. പക്ഷെ രാവിലെ എണീറ്റിട്ട് ഈ ഒരു പാവാട കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. അങ്ങനെ ഞാൻ വീണ്ടും ഇച്ചിരി വെള്ളത്തിൽ ഇത് ഇച്ചിരി അധികം മുങ്ങി കിടക്കാൻ പാകത്തിന് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കി. ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ, 1 മണിക്കൂർ, 1.5 മണിക്കൂറായിട്ടുണ്ട്. അപ്പോഴേക്കും ഇതിലത്തെ പോയി. ശരിക്കും പറഞ്ഞാൽ ഇത് നൈറ്റിൽ വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒത്തിരി ഉള്ളതുകൊണ്ടാണ് എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് വെച്ചത് കേട്ടോ. അപ്പോൾ ഇതിലത്തെ പോയപ്പോൾ എനിക്ക് ഇതിലത്തെ എന്തുകൊണ്ട് പോയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴെ ഇറുകിയിരിക്കുകയായിരുന്നു. നമുക്കിത് ലൂസിൽ വേണം കിടക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ വെള്ളം നമ്മുടെ പാവട മുങ്ങി കിടക്കാൻ പാകത്തിന് വേണം. അതുപോലെ തന്നെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നൈറ്റി വെച്ചതുകൊണ്ട് തന്നെ ഞാൻ ഇളക്കി കൊടുത്തില്ല. അതുകൊണ്ടായിരിക്കാം അതിലത്തെ കരിമ്പൻ പോവാഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് നന്നായി പോയിട്ടുണ്ട്. ഈ കളറൊക്കെ കരിമ്പം പോയതിൻ്റെ കളറാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ഈ കളറ് ഇങ്ങോട്ട് പടർന്നതാണോ എന്ന് എനിക്കറിയില്ല. ഇത് പോകാൻ വേറെ ഒരു ട്രിക്ക് ഉണ്ട്. അത് ഞാൻ യൂസ് ചെയ്തിട്ട് സക്സസ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേ കരിമ്പന്ത് ഒത്തിരി പോയിട്ട് അത് ചെറിയ ചെറിയ കളറുള്ള ഇച്ചിരി കൂടെ നേരം നമുക്ക് വെള്ളത്തിലിട്ട് നോക്കാം. നിങ്ങൾക്കിത് കണ്ടാൽ അറിയുമോ എന്ന് എനിക്കറിയില്ല. അത് കരിമ്പൻ ഉണ്ടായതിൻ്റെ തെളിവാണ്. ഇത്രയും എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. കാരണം മൊത്തം പോയി കഴിഞ്ഞു. ഇനി ഇച്ചിരി കൂടെ ഉള്ളൂ. അത് ഇച്ചിരി കൂടെ നേരം വെച്ച് കഴിഞ്ഞാൽ മാറുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയുള്ള സത്യം പറഞ്ഞ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കപ്പുറതി ഇല്ല എന്ന് വേണം പറയാൻ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കളറുള്ള ഡ്രസ്സ് വെച്ച് കഴിഞ്ഞാൽ ദേ ഇതുപോലെ ആയി കിട്ടും. അപ്പോൾ കളറില്ലാത്ത വെള്ള മുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല തൂവലായിട്ട് കിട്ടും ഗൈസ്. എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്ത് ചെയ്യുക. ഇതൊക്കെ കളർ ഇച്ചിരി കൂടെ പോകാണ്ട് കേട്ടോ, ചെളി പിടിച്ച പോലെ ഉണ്ട്. അപ്പോൾ ഇതിന് വേറൊരു ട്രിക്കും കൂടി ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുവാണെങ്കിൽ തീർച്ചയായും ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടെറ്റ ബേബി, സീ യു.